കേക്ക് ഉണ്ടാക്കി വിൽക്കുന്നുണ്ടോ? അല്ലെങ്കിൽ പലഹാരം എന്തെങ്കിലും? നിങ്ങൾ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി വിൽപ്പന നടത്തുന്ന ആളാണോ? വീട്ടിലെ ഊണ് ഹോം മെയ്ഡ് എന്നൊക്കെ പറഞ്ഞ് ഭക്ഷണം തരുന്ന ആളുകൾക്കൊക്കെ ലൈസൻസ് ഉണ്ടോ എന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? ലൈസൻസ് ഇല്ലെങ്കിൽ പ്രശ്നമാണ്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നിയമം അനുസരിച്ച് വീട്ടിൽ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കി വിൽപ്പന നടത്തുന്നവർ ലൈസൻസ് എടുത്തേ പറ്റൂ. ചെറിയ സംരംഭങ്ങളാണെങ്കിൽ 100 രൂപയുള്ളൂ. 12 ലക്ഷത്തിലധികം വാർഷിക വിറ്റുവരവുള്ള പരിപാടിയാണെങ്കിൽ 7500 രൂപയാകും. അയ്യോ, ഇത്രയും കാശോ എന്ന് വിചാരിക്കേണ്ട. ലൈസൻസ് ഇല്ലെങ്കിൽ 5 ലക്ഷം രൂപയാണ് പിഴ. അല്ലെങ്കിൽ ബാക്കി ഭക്ഷണ നിർമ്മാണം ജയിലിലായിരിക്കും. ലൈസൻസ് എടുക്കാൻ ഇനി പറയുന്ന വഴികൾ ഒന്ന് ശ്രദ്ധിക്കുക. വാർഷിക വിറ്റുവരവ് 12 ലക്ഷത്തിനു താഴെയാണെങ്കിൽ ലൈസൻസ് വേണ്ട, രജിസ്ട്രേഷൻ മതി. അതിനായി ഫുഡ് സേഫ്റ്റി കംപ്ലയിന്റ് സിസ്റ്റം അഥവാ ഫോസ്കോസ് എന്ന ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ വെബ്സൈറ്റ് വഴി ഓൺലൈൻ അപേക്ഷ നൽകണം. 500 രൂപ അടച്ച് 5 വർഷത്തേക്കുള്ള രജിസ്ട്രേഷൻ ഒക്കെ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. www.fssai.gov.in എന്ന വെബ്സൈറ്റ് വഴിയും അപേക്ഷ നൽകണം. ഇനി 12 ലക്ഷത്തിൽ കൂടുതൽ വാർഷിക വരുമാനം ഭക്ഷണ ബിസിനസ്സിൽ നിന്നും ഉണ്ടെങ്കിൽ 3000 രൂപ കൊടുത്ത് 1 വർഷത്തേക്ക് ലൈസൻസിനാണ് അപേക്ഷിക്കേണ്ടത്. 5 വർഷത്തേക്ക് പണമടയ്ക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. തിരിച്ചറിയൽ രേഖകൾ, കമ്പനി പ്രവർത്തിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നുള്ള അനുമതി പത്രം, ജലം പരിശോധിച്ചതിന്റെ റിപ്പോർട്ട്, സ്വന്തമായി കെട്ടിടമുള്ളതിന്റെ തെളിവുകൾ മുതലായവ ലൈസൻസിനായി നൽകണം. 2011 മുതൽ ഈ നിയമം ഉണ്ടെങ്കിലും കോവിഡ് സമയത്താണ് സർക്കാരുകൾ ഇതിനെ കാര്യമായിട്ടെടുത്തത്. ഭക്ഷ്യവകുപ്പിന്റെ ഇടയ്ക്കിടയ്ക്കുള്ള പരിശോധന ഉണ്ടാകും. കേക്ക്, പലഹാരങ്ങൾ മുതലായവ ഉണ്ടാക്കുന്നവരാണെങ്കിലും ലൈസൻസോ രജിസ്ട്രേഷനോ ആവശ്യമാണ്. ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ ലഭിച്ചാൽ ഈ ലൈസൻസ് റദ്ദാക്കപ്പെടാനുള്ള സാധ്യതകൾ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് കാര്യം.